എന്താ സാറേ കുത്തി എന്റെ കാരണം തിരക്കി വന്നാണോ? കൊല്ലാൻ വേണ്ടി തന്നെയാ സാറേ. അവൻ അവളെ കൊന്നില്ലേ? എന്നിട്ടും എന്റെ കൊച്ചിന് എന്റെ കൈപ്പാങ്ങനെ കിട്ടിയാൽ ഞാൻ തീർക്കും സാറേ. അതായത് മറ്റടുത്ത പോലീസുകാരനാണെങ്കിലും പ്രേമിച്ച് വിളിച്ച് ഇറക്കിക്കൊണ്ട് വന്നതാ അതിനെ. എന്നിട്ടും എല്ലാം തീർന്നില്ലേ? എൻ്റെ അവളുടെ എൻ്റെ കൊച്ചിൻ്റെ എല്ലാവരുടെയും ജീവിതം തീർന്നില്ലേ? എല്ലാ പണിയും ഒരു അറപ്പില്ലാണ്ട് ചെയ്തത് ഒരുമിച്ച് ഒരു ജീവിതം നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ സാറേ. വേറൊരു സ്ത്രീയെ വെട്ടി കൊലപ്പെടുത്താൻ നോക്കിയതും നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയായിരിക്കും അല്ല ജോഷി? പിന്നെ ഇന്നലത്തെ കുത്തു കേസ്, അതിന്റെ അന്വേഷണം എനിക്കല്ല. ഞാനിപ്പോ വന്നത് രമ്യയെ കൊലപ്പെടുത്തിയത് ജയശങ്കർ സാറാണോ അതോ മറ്റാരെങ്കിലും ആണോ? സാറിന് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് സംശയമില്ല സാറേ. അതവൻ തന്നെയാ. അതിനി മറ്റാരുടെ മുഖത്ത് വെച്ച് കേട്ടണ്ട. പോലീസുകാരനാണോ എനിക്കറിയാം. അതിന് ജോഷി റേസ് ആണോ? എന്തിന് അഭ്യൂഹങ്ങളല്ലോ ജോഷി, എന്തിനും കൃത്യമായ ഒരു തീർപ്പുണ്ട്. ഒരു 10 മിനിറ്റ് സാർ. ജയശങ്കർ സാറാണ് ഇത് ചെയ്തതെന്ന് ജോഷിക്ക് തോന്നാനുള്ള കാരണം എന്ത്? അവൻ വിളിച്ചിട്ടാ സാറേ അവള് കയറി പോയത്. അവള് ഒരു തവണ വീട്ടിൽ പോയിട്ട് ആ നറിയുടെ കാല് പിടിച്ചിട്ട് തിരിച്ചു വന്നതാ. അതെന്തായെന്ന് അറിയാനാ ഞാൻ ഫോൺ ചെയ്തത്. ഹലോ ഏട്ടാ, എന്തായി? അങ്ങനെ കാണാൻ പറ്റിയോ? ഞാൻ വന്നു കയറിയിട്ട് അരമണിക്കൂറായില്ല. ഇപ്പൊ ഒരു ഓട്ടോക്കാരനെ വീട്ടിലേക്ക് അയച്ചേക്കുവാ, ഒന്ന് അങ്ങോട്ട് ചെല്ലാമോ എന്ന് ചോദിച്ചിട്ട്. ജയശങ്കർ സാറ് എന്നെ നന്നായിട്ട് വഴക്ക് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോ അതില് കുറ്റബോധം തോന്നിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ട കാര്യം സമ്മതിക്കാന്ന് പറയാനാ വിളിക്കുന്നേന്നാ എനിക്ക് തോന്നുന്നേ. അങ്ങനെയൊക്കെ നടന്നു കിട്ടിയാ കൊള്ളാം. നീ മനാഫിന്റെ ഓട്ടോയ്ക്കാ പോണേ? അല്ല, ഇത് സാർ അയച്ച ഓട്ടോയാ. എന്തോ സിൻഡോന്നോ മറ്റോ പേര് പറഞ്ഞ്. അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലേ ചേച്ചി? അല്ല, ചേട്ടനിപ്പോ കോള് വന്നപ്പോ അപ്പുറത്തുനിന്ന് വിളിക്കുന്ന കേട്ടല്ലോ സിൻഡോന്ന്. അപ്പോഴേക്കും ചേച്ചി എന്റെ പേരങ്ങ് ഉറപ്പിച്ചു. അതെന്തെങ്കിലും ആവട്ടെ, നീ കാര്യം ശരിയാക്കി എടുക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും. ഞാൻ ഇന്നേരം ഒന്നുകൂടി വിളിക്കാം. സിൻഡോ? ഈ പേര് നീ വേറെ ആരോടും പറഞ്ഞിരുന്നു? DYSP ഉദയഭാനു സാറിന്റെ അടുത്ത് ഞാൻ ഇതുപോലെ പറഞ്ഞതാ. എന്നിട്ട് സാറിന്റെ ഫയലിൽ സിൻഡോയുടെ പേരില്ലല്ലോ. ഒരു ഓട്ടോറിക്ഷയിൽ ജയശങ്കർ സാറിന്റെ വീട്ടിൽ പോയെന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ല ഹരിസേ? അതെ സാർ. ശരിക്കും ആര് പറഞ്ഞിട്ടാ ജോഷി നീ ജയശങ്കർ സാറിന്റെ ഭാര്യ വെട്ടി? അത് ഞാൻ ചെയ്യും. ഞാൻ ആള് മാറി വെട്ടിയതെന്ന് പറഞ്ഞില്ലേ സാർ? ജോഷി പോയിക്കോ.